എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് മുള്ളാത്ത എങ്ങനെയാണ് കറി വെക്കുന്നത്, അതായത് വറുത്തരച്ച് എങ്ങനെയാണ് കറി വെക്കുന്നത് അതാണ് ഞാൻ നിങ്ങളിൽ എത്തിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ഞാൻ ഈ മുള്ളാത്തയെക്കുറിച്ചൊന്ന് പറഞ്ഞു കൊള്ളട്ടെ. മുള്ളാത്ത എന്ന് പറയുന്നത് വളരെയധികം വിറ്റാമിൻ സി അടങ്ങിയ ഒരു ഫ്രൂട്ടാണ്. അതുപോലെ തന്നെ ധാരാളം പൊട്ടാസ്യം, മിനറൽസ്, സിങ്ക് എന്നിവ ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. പനി പോലുള്ള രോഗങ്ങൾ വരുമ്പോൾ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും കൊണ്ട് ഈ മുള്ളാത്ത കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇത് അധികം നന്നായിട്ട് വിളഞ്ഞല്ല, എങ്കിലും ഒരുവിധം വിളവെത്തിയ ഒരു മുള്ളാത്തയാണ്. ഇത് മുള്ളൊക്കെ കളഞ്ഞ് ഇതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇത് എങ്ങനെ കറി വെക്കുന്നു എന്ന് കാണിച്ചു തരാം. അതിനു മുമ്പേ നിങ്ങളെല്ലാവരും എൻ്റെ ഈ വ്ലോഗ് കണ്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്ന് കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അരിഞ്ഞ് കഴുകി വെച്ചിരിക്കുകയാണ്. ഇതാണ് ഇനി നമ്മൾ കറി വെക്കാനായി പോകുന്നത്. മുള്ളാത്ത കറി വെക്കുന്നതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ കാണിക്കുന്നത്. മുള്ളാത്ത, അതുപോലെ ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, അതുകൊണ്ട് കറിവേപ്പില, ഉപ്പ്, മല്ലിപ്പൊടി ആവശ്യത്തിന്, മുളക് പൊടി ആവശ്യത്തിന്, അതുപോലെ മസാലപ്പൊടി ആവശ്യത്തിന്, തേങ്ങ വറുത്തരച്ച് വെച്ചിരിക്കുന്നതാണ്. ഇതെല്ലാം കൂടിയാണ് ഞാൻ ഇന്ന് ഈ കറി വെച്ച് നിങ്ങളെ കാണിക്കുന്നത്. അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. അപ്പോഴേക്ക് ഞാൻ കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടി തുടങ്ങി. അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അതൊന്ന് ചെറുതായിട്ട് വഴറ്റി എടുക്കാം. അതിനോടൊപ്പം ഞാൻ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഉപ്പും കൂടി ചേർത്ത് അതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് തക്കാളി കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് ഓൺലൈനിൽ നിന്ന് വാങ്ങിയ തവിയാണ്. മീഷോയുടെ പ്രോഡക്റ്റാണത്. ഇതാകുമ്പോൾ ഇതിൻ്റെ ചുവട്ടിലൊന്നും പിടിക്കാതെ ഇളക്കാനൊക്കെ പറ്റും. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ മുള്ളാത്ത കൂടി ഇട്ട് കൊടുക്കാം. ഞാനിതിൽ എക്സ്ട്രാ തക്കാളിപ്പഴം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ആദ്യമേ ഞാൻ നിങ്ങളത് കാണിച്ചില്ലായിരുന്നു. തക്കാളിപ്പഴം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഒന്നിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് വഴണ്ടിട്ടുണ്ട്. ആ ചക്കയും കൂടി ഒന്ന് വഴണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് മസാല ചേർക്കാം. ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കാം.
അതുപോലെ ആവശ്യത്തിന് എടുത്തു വെച്ചിരുന്ന 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ മിശ്രിതം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ തേങ്ങ നല്ല പാകത്തിന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുകൂടി അരച്ചു കൊണ്ടുവരണം. ഇങ്ങനെ ആവിയിൽ ഒന്ന് വേവുകയാണ്. ആവിയിൽ ഇങ്ങനെ വെന്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് വറുത്തരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ചേർക്കുക. അരപ്പ് നല്ലതുപോലെ, ചിലർക്കാണെങ്കിൽ നീട്ടി കറിയായിട്ട് വേണം, ചിലർക്ക് പറ്റിച്ചാണ് എടുക്കുന്നത്. അവരവരുടെ സൗകര്യത്തിന് പോലെ അത് ചെയ്യുക. ഇപ്പം ഇത് വറുത്തരച്ചത് ഞാനതിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടെ വെന്ത് പറ്റട്ടെ. അതൊരു മൂടി ഉപയോഗിച്ച് അടച്ചു വെക്കാം. കറി പറ്റിയോന്ന് നോക്കാം. നമ്മുടെ കറി പറ്റി തുടങ്ങിയിരിക്കുകയാണ്. കുറച്ചുകൂടി ഒന്ന് പറ്റട്ടെ. അടച്ചു വെച്ച് വേവിക്കും. നമുക്ക് ഈ മൂടി ഒന്നെടുക്കാം. ഇപ്പം കുറേ പറ്റിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് വേറൊരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാനുണ്ട്. അതായത് മസാലപ്പൊടിയാണ് ഞാൻ കുറേ ചേർക്കുന്നത്. ഈ വറുത്തരച്ച കറിക്കുള്ളിൽ കുറച്ച് മസാലപ്പൊടി എന്ന് പറഞ്ഞാൽ ചിക്കൻ മസാലയൊന്നുമല്ല, മസാല വാങ്ങിച്ച് നമ്മൾ വീട്ടിൽ തന്നെ പൊടിപ്പിച്ച മസാലയാണ്. അതുകൂടി അതിൽ ചേർക്കുകയാണ്. അതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ തവി കണ്ട് പലരും എന്നോട് ചോദിച്ചു ഇതെന്ത് തവിയാണെന്ന്. ഇത് മീഷോയുടെ പ്രോഡക്റ്റാണ്. നല്ലതാണ് ഇത് വെച്ച് ഇളക്കാനൊക്കെ. ഇപ്പം മസാല കൂടി ഇട്ടുടനെ നല്ല ഒരു ചിക്കനൊക്കെ വെന്ത് കഴിയുമ്പോൾ ഉള്ള ഒരു മണമൊക്കെ വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റിയായ കറിയാണ് ഈ മുള്ളാത്ത എന്ന് പറയുന്നത്. നിങ്ങൾ ഒന്ന് വെച്ച് നോക്കുക. ഇതങ്ങനെ മുള്ളാത്ത അങ്ങനെ കിട്ടാറൊന്നുമില്ല. പക്ഷേ കിട്ടിയാൽ അതിൽ നമുക്ക് ആവശ്യമായ പൊട്ടാസ്യം, കാൽസ്യം എല്ലാം, ഈ വിറ്റാമിൻ സി എല്ലാ ഗുണങ്ങളും അടങ്ങിയ ഒന്നാണ് ഇത്. നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഒരു മുള്ളാത്ത നിപ്പുണ്ട്. അതിൽ നിന്നാണ് ഞാൻ ഇതൊക്കെ എടുത്തത്, അല്ലാതെ വാങ്ങിയതല്ല. അധികമൊന്നുമില്ല, 3-4 എണ്ണമൊക്കെ ഉള്ളൂ. നമുക്ക് മൂടിയെടുത്ത് നോക്കാം. എണ്ണയൊക്കെ തെളിഞ്ഞ് നിൽപ്പുണ്ട്. അതുപോലെ തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിരിക്കുകയാണ്. ഇത് ഇനിയും വേറൊരു പാത്രത്തിലേക്ക് ഞാൻ പകരാം. ഇതാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന മുള്ളാത്ത കറി. നിങ്ങൾക്കെല്ലാവർക്കും ഈ കറി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.